ഗൈസ്, അപ്പോൾ നമ്മുടെ ഗോവ ട്രിപ്പിൻ്റെ സെക്കൻഡ് ഡേ ആണ്. അപ്പോൾ ഞങ്ങൾ പിന്നെ സെക്കൻഡ് ഡേയിലോട്ട് പോയത് എവിടെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഹോളണ്ട് ബീച്ച്. പിന്നെ ഞങ്ങൾ ബീച്ച് ഫസ്റ്റ് ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. നമ്മുടെ പള്ളിയിൽ പോയായിരുന്നു. ഫസ്റ്റ് ഡേ ഞങ്ങൾ പള്ളിയിലായിരുന്നു പോയത്. സെക്കൻഡ് ഡേ ഞങ്ങൾ പിന്നെ ഇങ്ങനെ ഓരോ ബീച്ചൊക്കെ പിടിക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ ഫസ്റ്റ് ഞങ്ങൾ ഹോളണ്ട് ബീച്ചിലോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇതാ പോകുന്ന ആ ഒരു വഴി എന്ന് പറയുന്നത് ഒരു കാട് പോലൊരു സാധനമാണ് കേട്ടോ. ഒരു സാധനമല്ല, കാട് പോലെ ഇവിടെ നമുക്കിങ്ങനെ ഇറങ്ങി നടക്കാനൊക്കെ പറ്റുന്ന. ആക്ച്വലി ഗോവ എന്ന് പറയുന്നത് ഒരു ഗ്രാമമാണ്. ഞാൻ ആക്ച്വലി ഗോവയിൽ വരുന്നതിന് മുന്നേ ഗോവ എന്ന് പറയുമ്പോഴത്തേക്കിനും ഒരു ടൗൺ ഏരിയ ആണ്. ടൗൺ ഉണ്ട്, പക്ഷെ എന്നാലും കൂടുതൽ ഈ ഗ്രാമം പോലുള്ള ഏരിയ ആണ് ഈ ഗോവ എന്ന് പറയുന്നത് കേട്ടോ. ഇതുപോലെ ബീച്ച് സൈഡ് എന്നൊക്കെ പറയുന്നത് അങ്ങനെ ഒരു ഇതാണ്. പിന്നെ ടൗൺ ഏരിയ ഉണ്ട്, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. പിന്നെ ഒരു ബീച്ചിൽ നിന്ന് വേറൊരു ബീച്ചിലോട്ട് പോകാനായിട്ട് ഭയങ്കര ലെങ്ത്താണ്. നമുക്ക് ഭയങ്കര ചുറ്റാണ് ഇവിടെ. നല്ല കാണാനായിട്ട് ഭംഗിയുള്ള ബീച്ച് എന്നൊക്കെ പറയുന്നത് കുറച്ചധികം ചുറ്റാണ് കേട്ടോ. ഇത് അതിൽ ഒരു ബീച്ചാണെന്ന് വേണമെങ്കിൽ പറയാം. എനിക്കിവിടെ ഞങ്ങളൊരു 8-9 ബീച്ചിലോളം പോയി. പക്ഷേ എനിക്ക് സത്യത്തിൽ ഈ ഒരു ബീച്ചും പിന്നെ ഒരു ബട്ടർഫ്ലൈ ബീച്ച് എന്ന് പറഞ്ഞിട്ടൊരു ബീച്ച് ഉണ്ടായിരുന്നു, അതുമാണ് ഏറ്റവും ഇഷ്ടപ്പെട്ടത്. അപ്പം ഈ ഒരു ബീച്ചിലെന്ന് പറയുന്നത് സത്യത്തിൽ ഇതേപോലെ ഇങ്ങനെ കണ്ടാവുന്ന കാണാനൊക്കെ നല്ല ഭംഗിയാണ്. ഇത് ഇങ്ങനെ വെള്ളം ഇറങ്ങി കിടക്കുന്ന സ്ഥലമാണ് കേട്ടോ. അതായത് ഇവിടെയൊക്കെ വെള്ളം കയറുന്ന സ്ഥലം കയറി വരും. അപ്പം ആളെൻ്റെ അടുത്ത് പറഞ്ഞത്, അതായത് എൻ്റെ ഹസ്ബൻഡ് പറഞ്ഞത്, ചിലപ്പം ഇങ്ങനെ വൈകിട്ടൊക്കെ ആകുമ്പോഴത്തേക്കിന് വെള്ളം ഇങ്ങനെ കയറി വരും. ഇപ്പം വെള്ളം ഇറങ്ങുന്ന സമയമായിരിക്കും, അതുകൊണ്ടായിരിക്കും ഇവിടെ ഇങ്ങനെ വെള്ളമില്ലാത്തതെന്നാണ് പറഞ്ഞത്. അപ്പം ഒരു സമയം വെച്ചിട്ട് ചിലപ്പോൾ ഇങ്ങനെ വെള്ളം കയറി വരാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. ഇപ്പം അവിടെ നിന്ന് വെള്ളമെല്ലാം പറ്റി കിടക്കുവാണ്. ഞങ്ങൾ പിന്നെ അതിലെല്ലാം ഇങ്ങനെ ഇറങ്ങി നടന്നു കേട്ടോ. കണ്ടോ, ഇങ്ങനെ ഓരോ പക്ഷിയും അതും എല്ലാം ഇങ്ങനെ നടന്നു പോയതിൻ്റെ പാടൊക്കെ നമുക്ക് കാണാം. അങ്ങനെ പിന്നെ ഞങ്ങൾ ഇതുവഴിയെല്ലാം നടന്ന് ഇങ്ങനെ ഇവിടെ നിന്ന് നോക്കിയപ്പോഴാണ് അത് അവിടെ ഒരു നല്ല സ്പോട്ട് കണ്ടു. എന്നാൽ പിന്നെ അങ്ങോട്ട് എങ്ങനെ പോകും എന്നറിയത്തില്ല. കാരണം നമ്മളിനി ബൈക്കിന് വേണം പോകണോ അതോ ഇതുവഴി തന്നെ നടന്ന് അങ്ങോട്ട് വല്ല കുറുക്ക് വഴി കയറാൻ പറ്റുമോ എന്നും അറിയത്തില്ല. അങ്ങനെ പിന്നെ ഞങ്ങൾ ഇതുവഴിയെല്ലാം നടന്ന് നൈസായിട്ട് അവിടെ ഒരു മതിൽ പോലൊരു സംഭവം ഉണ്ട് കേട്ടോ. അതുവഴി നമുക്ക് അങ്ങോട്ട് കയറാനായിട്ട് പറ്റും. അവിടെ പാറയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം അതിനകത്ത് ചവിട്ടി നമുക്ക് അങ്ങോട്ട് കയറാനായിട്ട് പറ്റും. അങ്ങനെ പിന്നെ ഞങ്ങൾ അവിടെയൊക്കെ പോയിട്ടോ. അവിടെ നൈസായിട്ട് അവിടെയെല്ലാം പോയി. അതിൻ്റെ ഇടയിൽ ഞങ്ങൾ ക്യാമറയൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. ആൾ പിന്നെ ഭയങ്കര ഫോട്ടോ എടുപ്പും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അങ്ങനെ പിന്നെ ഞങ്ങൾ ഇതുവഴിയെല്ലാം നടന്നു. എനിക്ക് ഈ ഒരു ബീച്ച് ഒത്തിരി ഇഷ്ടപ്പെട്ടു കേട്ടോ. നമുക്ക് കുറേ ഇങ്ങനെ നമ്മുടെ ശംഖും കാര്യങ്ങളൊക്കെ കുറേ ഞങ്ങൾ പെറുക്കിയെടുത്തായിരുന്നു കേട്ടോ അവിടെ നിന്നൊക്കെ. കാരണം കടൽ അങ്ങ് കിടക്കുന്നത്. ചിലപ്പം അനിലെൻ്റെ അടുത്ത് പറഞ്ഞു അങ്ങോട്ട് പോകണ്ട, ചിലപ്പോൾ വെള്ളം കയറി അങ്ങനെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ പ്രതീക്ഷിക്കാത്ത സമയത്തായിരിക്കും ചിലപ്പോൾ വെള്ളമൊക്കെ കയറി വരുന്നത്. അപ്പോൾ അതുകൊണ്ട് അധികം അങ്ങോട്ടേക്ക് പോകണ്ട എന്ന് പറഞ്ഞു. അതുകൊണ്ട് ഞങ്ങൾ അധികം ഇങ്ങനെ ഇതായിട്ടുള്ള സ്ഥലത്തോട്ട്, വെള്ളം കയറുന്ന സ്ഥലത്തോട്ട് അങ്ങനെ പോയില്ല. ഇങ്ങനെ കണ്ടോ, ഇത്രയും നമ്മളിങ്ങനെ നമ്മുടെ കാലിലോട്ട് വന്ന് വീഴുമ്പോൾ അറിയാം, നമ്മുടെ കാൽപ്പത്തി മാത്രം നനയാനായിട്ടുള്ള ആ ഒരു ഭാഗത്ത് ഞങ്ങൾ നിന്നുള്ളൂ. അങ്ങോട്ടേക്ക് ഇറങ്ങിപ്പോയില്ല കേട്ടോ. കാരണം ഇവിടെ എല്ലാം വെള്ളം കയറി വരുന്ന സ്ഥലങ്ങളായിരുന്നു. നമുക്കത് കണ്ടാൽ തന്നെ അറിയാം, ഇവിടെയെല്ലാം വെള്ളം നേരത്തെ കിടന്നിരുന്നതാണ്, ഇപ്പോൾ ഇറങ്ങിയിരിക്കുന്നതാണ് നമുക്ക് കണ്ടാൽ അറിയാം. അങ്ങനെ പിന്നെ ഞങ്ങൾ നടന്ന് ആ ഒരു മതിലെന്നൊക്കെ ഞാൻ പറഞ്ഞല്ലോ, ആ ഒരു ഭാഗത്തെത്തി. അവിടെ ഇങ്ങനെ ഓരോ കല്ല് ഇത് കണ്ടോ, കക്കായാണ് സത്യം പറഞ്ഞാൽ ഇതിൻ്റെ അകത്ത് ഇങ്ങനെ ഒട്ടിപ്പിടിച്ചിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ആൾ പറഞ്ഞു ഇങ്ങനെ വെള്ളം അടിച്ച് കയറി ഇങ്ങനെ കക്ക ഇതായി ഇരിക്കുന്നതാണെന്ന് പറഞ്ഞു. ഞാൻ വലിയതായിട്ട് അതിൻ്റെ മേളിലൊക്കെ ചാടി കയറി കഴിഞ്ഞപ്പോൾ തന്നെ എൻ്റെ കാലൊക്കെ പൊട്ടിയായിരുന്നു കേട്ടോ. ഇങ്ങനെ നല്ല ബ്ലേഡ് പോലെയാണ് അത് ഇരിക്കുന്നത് ചില സ്ഥലങ്ങൾ. പക്ഷേ ചില സ്ഥലത്തൊക്കെ നമുക്ക് കയറി നല്ല സോഫ്റ്റായിട്ടാണ് ഇരിക്കുന്നത്. ചില സ്ഥലമെന്ന് പറയുന്നത് ഒരു ബ്ലേഡ് പോലെ ഇരിക്കുന്നത്. അതുകൊണ്ട് എൻ്റെ കാലൊക്കെ മുറിഞ്ഞായിരുന്നു. ഇങ്ങനെ ഞാൻ നോക്കാതെയും ഇതാക്കാതെ അതിൻ്റെ അകത്ത് ചാടി കയറിയതാണ്. അങ്ങനെ പിന്നെ ഞങ്ങൾ ആ ഒരു സ്പോട്ടിലെത്തി. അവിടെ നിന്ന് നല്ല വ്യൂ ആണ്. നമുക്ക് ഫോട്ടോ ഒക്കെ എടുക്കാനായിട്ടും കാര്യങ്ങളൊക്കെ നല്ല സൂപ്പറാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബാക്കി വീഡിയോസും കയറി കാണണേ. ടാറ്റാ.